ക്രിക്കറ്റ് ചരിത്രത്തിൽ ലോക താരകങ്ങൾ എന്നതിനെ വിശേഷിപ്പിക്കാവുന്ന പല കളിക്കാരും നമുക്ക് നേരത്തെ ഉണ്ടായിട്ടുണ്ട്. സുനിൽ ഗാവസ്കർ, കപിൽ ദേവ്, ദിലീപ് വെങ്സാർക്കർ, ഇങ്ങനെ പലരും. പക്ഷെ അവർക്കൊന്നും സച്ചിൻ ടെണ്ടുൽക്കർക്ക് കിട്ടിയ ഒരു സ്റ്റാറ്റസ് കിട്ടിയിട്ടില്ല എന്ന് തന്നെ പറയാം. അത് ഈ ലിബറലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ വന്ന ആദ്യത്തെ താരം എന്നുള്ള ഒരു, പ്രത്യേകിച്ചും ഇന്ത്യ പോലുള്ള വളരെ പോപ്പുലസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ള ഒരു അധികം കാണികളുള്ള ഒരു സ്ഥലത്തുണ്ടാവുന്ന ഒരു താരത്തിൻ്റെ സവിശേഷതയാണോ സച്ചിൻ ടെണ്ടുൽക്കർക്കുള്ളത്? അത് ഒരു കാരണമാണ് തീർച്ചയായിട്ടും. പിന്നെ ഒന്ന്, ഇത്രയും ചെറുപ്പത്തിൽ ഒരാൾ വന്ന് ലോകത്തെ ഏറ്റവും നല്ല കളിക്കാരുടെ കളിച്ച് നന്നായി കളിച്ചു എന്നുള്ളത് അതൊരു വലിയ ഫാക്ടറായിരുന്നു. ഇപ്പം എൻ്റെ അമ്മയുടെ അച്ഛനൊക്കെയാണ് എന്നെ കളിയിൽ ഇൻട്രസ്റ്റ് ഉണ്ടാക്കിയത്. ഇപ്പം 1930-കളിലൊക്കെ ഇംഗ്ലണ്ട് ടീം ചെന്നൈയിലൊക്കെ വന്ന് കളിച്ചപ്പോൾ അതൊക്കെ പോയി കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കഥകളൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് സച്ചിൻ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ഒരു ഹരമായിരുന്നു. എല്ലാ മാച്ചും വെസ്റ്റ് ഇൻഡീസിൽ കളിക്കണ മാച്ച് വരെ രാത്രി 3 മണിക്കൊക്കെ ഇരുന്ന് കാണും. അപ്പൊ അങ്ങനെ എല്ലാ തലമുറകളെയും ആകർഷിക്കാനുള്ള ഒരു കഴിവ് സച്ചിനുണ്ടായിരുന്നു. അത് എൻ്റെ കുടുംബത്തിലെന്ന് മാത്രമല്ല, ഞാൻ ചെന്നൈയിലൊക്കെ പോയി മാച്ച് കാണാൻ പോകുമ്പോൾ 86 വയസ്സായ സ്ത്രീകളൊക്കെ വന്ന് എങ്ങനെയെങ്കിലും സച്ചിനെ കാണാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും ഹോട്ടലിലൊക്കെ. അപ്പൊ അത് എനിക്ക് തോന്നുന്ന ആ ചെറുപ്പത്തിന്റെ ഒരു ഫാക്ടർ എന്തായാലും നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല. 16 വയസ്സിൽ കളി തുടങ്ങി, അങ്ങനെ അത്രയും ഭയങ്കരമായ പേസ് ബോളേഴ്സിന്റെ എതിരെയൊക്കെ ആദ്യം കളിക്കണം, ഇമ്രാൻ ഖാൻ, വസീം അക്രം അവരുടെ എതിരെയൊക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു തുടക്കത്തിൽ നിന്ന് പിന്നെ തീർച്ചയായിട്ടും ലിബറലൈസേഷൻ ഒരു ഫാക്ടറാണ്. എന്താ വെച്ചാൽ സാറ്റലൈറ്റ് ടെലിവിഷനിലൊക്കെ വന്നു. പിന്നെ ആ വലിയ സ്പോൺസർഷിപ്പ് ഡീല് 7 കോടിയുടെ ഡീലാണ് 1996 സൈൻ ചെയ്തത്. പിന്നെ ഇപ്പൊ ഈ ബൂസ്റ്റും എല്ലാത്തിന്റെ അഡ്വർടൈസ്മെന്റിലും ഇതിലൊക്കെ വരാൻ തുടങ്ങി. അപ്പൊ അങ്ങനെ ഒരു ഒരു ഫിഗറായി മാറി. പക്ഷെ നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തന്നെ വളരെ ചുരുക്കം ആൾക്കാരെ അങ്ങനെ ഒരു പാൻ ഇന്ത്യൻ ഐക്കോൺ എന്ന് പറയാൻ എത്ര തന്നെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ ലതാ മങ്കേഷ്കർ ഒരാളായിരുന്നു കഴിഞ്ഞ കൊല്ലം മരിച്ച. അതേ ലെവലിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്ന ശരിക്കും വേറൊരാൾ മേ ബി പ്രസിഡന്റ് കലാം ഒരാളായിരുന്നു. മുഹമ്മദ് റാഫി ഉണ്ട്. അങ്ങനെ 4-5 ആളേ ഉള്ളൂ. പക്ഷെ അതിലൊരാളാണ് സച്ചിൻ. ഇപ്പൊ ഇന്ത്യയുടെ ഏത് ഭാഗത്ത് പോയാലും, അതിപ്പോ ഇവിടെ ഡൽഹിയിലും വിഴിഞ്ഞത്തും വളർന്ന സഞ്ജു സാംസൺ ആയാലും, വല്ല കാശ്മീരിൽ കളിക്കാൻ പഠിച്ച കുട്ടിയായാലും, ഇവർക്കൊക്കെ സച്ചിൻ എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഐക്കണാണ്. ഈ സച്ചിന്റെ ഈ പറഞ്ഞ കളിയിലെ പ്രതിഭ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പല ബാറ്റിംഗ് റെക്കോർഡ്സും ഇനിയും ചിലതൊന്നും തകർക്കപ്പെടുകയില്ലെന്നും വിശ്വസിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ തകർക്കപ്പെടാത്ത ഒരുപാട് റെക്കോർഡുകളുണ്ട്. അത് ഒരുപാട് കാലം ശ്രദ്ധയോടെ കളിച്ചു എന്നുള്ളത് കൊണ്ടുണ്ടായതാണോ, അതോ പ്രതിഭയുടെ ഒരു മിന്നലാട്ടമാണോ? എങ്ങനെയാ പറയാൻ പറ്റുക, വിശകലനം ചെയ്യാൻ പറ്റുക? രണ്ടുമുണ്ട്. ഇതില് ഒരു നല്ലൊരു കഥയുണ്ട്. 2012 ഇംഗ്ലണ്ട് ഇന്ത്യയിൽ കളിക്കാൻ വന്നിട്ട് അവർ ജയിച്ചു. അവസാനമായിട്ട് ഇന്ത്യ ഹോം ഒരു ടെസ്റ്റ് സീരീസ് തോറ്റിട്ടുള്ളത് അതാണ്. ആ സീരീസിൽ ഇംഗ്ലണ്ടിന്റെ ആലിസ്റ്റർ കുക്ക് 3 സെഞ്ചുറി അടിച്ച. അപ്പൊ കുക്കിന് എനിക്ക് തോന്നുന്നു 28 വയസ്സാണ്. അപ്പൊ ഈ പ്രസ് ബോക്സിൽ കുറെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കുറെ ഇംഗ്ലീഷ് പത്രക്കാരുണ്ട്, ഇന്ത്യൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ സംസാരം കുക്ക് മിക്കവാറും ഇങ്ങനെ കളിച്ചാല് സച്ചിന്റെ റെക്കോർഡുകളൊക്കെ ബ്രേക്ക് ചെയ്യുന്നു. അപ്പൊ ഞാൻ ഒരാളോട് ചോദിച്ചു, നിങ്ങക്ക് തോന്നുന്നുണ്ടോ കുക്ക് ഇനിയും 10 കൊല്ലം കളിക്കും? അതും 10 കൊല്ലം കളിച്ചാൽ മാത്രം പോരെ, ഇതേ നിലവാരത്തില് മുന്നോട്ട് പോകണം. അത് കുക്ക് 2018 റിട്ടയർ ചെയ്തു, 34 വയസ്സില്. സച്ചിന്റെ സവിശേഷത എന്താ വെച്ചാല്, ഈ ഒരു പീക്കല്ല, കരിയർ എടുത്തു കഴിഞ്ഞാല് 90-കളിലൊരു പീക്ക്, പിന്നെ 2002 അടുപ്പിച്ച് അങ്ങനെ ഒരു പീക്ക്, പിന്നെ എല്ലാം അവസാനിച്ചു എന്ന് വിചാരിച്ച് അതിനുശേഷം 2007 ലോകകപ്പിൽ ഇന്ത്യ തോറ്റതിന് ശേഷം ശരിക്കും റിട്ടയർ ചെയ്യണമെന്ന് വിചാരിച്ചത് തന്നെയാണ്. പിന്നെ വിവ് റിച്ചർഡ്സ് വിളിച്ചിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും തുടരണമെന്ന് പറഞ്ഞിട്ടാണ് സച്ചിൻ പിന്നെ റിട്ടയർ ചെയ്യണ്ടെന്ന് തീരുമാനിച്ചത്. അതിനുശേഷം ഒരു കൊല്ലത്തില് 2010 7 സെഞ്ചുറി അടിച്ചു ടെസ്റ്റ് ക്രിക്കറ്റില്. അപ്പൊ അങ്ങനത്തെ അത്രയും പീക്കുള്ള ഒരു കരിയർ നമ്മൾ കണ്ടിട്ടില്ല. അതൊരു പ്രത്യേകത തന്നെയാണ്. സച്ചിന്റെ ഒരു ഭയങ്കരമായ ഒരു കഴിവ് എന്തായിരുന്നു വെച്ചാല്, ഇത്
ബോള് സ്പോട്ട് ചെയ്യുക, റീഡ് ചെയ്യുക. ഇത് ഞാനൊരു എക്സ്പേർട്ടൊന്നുമല്ല. ഞാൻ ഇത് പറയാൻ കാരണം ഒരിക്കൽ ഞാൻ VVS ലക്ഷ്മണനോട് സംസാരിച്ചിട്ടുണ്ട്, എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ സച്ചിനെ വേറൊരു ലെവലാന്ന് പറയാൻ കാരണം. അപ്പോൾ ലക്ഷ്മൺ ഒരു ഉദാഹരണം പറഞ്ഞത്, ലക്ഷ്മൺ ഇന്ത്യൻ ടീമിൽ കയറിയ സമയത്ത് ഒരു നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുമ്പോൾ അനിൽ കുംബ്ലെയാണ് അപ്പോൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ ബോളർ. കുംബ്ലെ ഇടയ്ക്കിങ്ങനെ സച്ചിന് എറിഞ്ഞു കൊടുക്കും. അപ്പോൾ സച്ചിൻ പറയും ചെയ്യും, ഇത് ചെയ്യണം അത് ചെയ്യണം. രണ്ടുപേരും പരസ്പരം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ ലക്ഷ്മൺ പറഞ്ഞു, ഒരു ദിവസം ഇതേപോലെ സച്ചിൻ്റെ ഐസൈറ്റ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവർ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഓരോ ബോൾ കുംബ്ലി എറിയണതിന് മുമ്പ് ആ ഗ്രിപ്പ് കണ്ടിട്ട് സച്ചിൻ കൂക്കി വിളിക്കും, അത് ലെഗ് ബ്രേക്ക് ആണ്, ഇത് ഫ്ലിപ്പറാണ്, ഇത് സ്ട്രേറ്റ് വൺ ആണ്. ഇതൊക്കെ ബോള് കൈ വിടണതിന് മുമ്പ് തന്നെ അത് പറഞ്ഞിരിക്കുന്നുണ്ട്, എന്താ വരാൻ പോകുന്നത്. അപ്പം അത് ഭയങ്കരമായിട്ടുള്ളൊരു കഴിവ്. അത് വളരെ ചുരുക്കം കളിക്കാർക്ക് അത് എന്താ പറയുക അങ്ങനെ പ്രെഡിക്റ്റ് ചെയ്ത് കളിക്കാൻ പറ്റുള്ളൂ. അതേപോലെ ഗ്ലെൻ മെഗ്രാത്തിനോടും ബ്രെറ്റ് ലീയോടും ഞാൻ സംസാരിച്ചിട്ടുണ്ട്. മെഗ്രാ പറഞ്ഞ വളരെ ഒരു ക്രൂഷ്യൽ പോയിന്റ് എന്താ വെച്ചാൽ, എല്ലാ ബോളിനും സച്ചിന് 2 or 3 ഷോട്ട് ഉണ്ടാവും. നമ്മളെങ്ങാനും ഒരു ഷോട്ടിന് ഫീൽഡ് സെറ്റ് ചെയ്ത് എറിഞ്ഞാൽ ഇംപ്രവൈസ് ചെയ്ത് വേറെ എന്തെങ്കിലും കളിക്കും. അപ്പം അങ്ങനത്തെ അത് സച്ചിന് മാത്രമല്ല ആ കഴിവുണ്ടായിരുന്നു, ലാറയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും കൊല്ലം കൺസിസ്റ്റന്റ് ആയിട്ട് അത് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു കാര്യം തന്നെ. ഈ ലാറ സച്ചിൻ എന്നുള്ള കമ്പാരിസൺ ആ സമയത്ത് വളരെ കൂടുതലുണ്ടായിരുന്നു. ലാറയാണ് കുറച്ച് താരതമ്യേന നേരത്തെ റിട്ടയർ ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിന്നെ ഒരു റിവ്യൂ നടത്തുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലാസിക് പ്ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രയൻ ലാറയല്ലേ? എനിക്ക് രണ്ടുപേരും വാച്ച് ചെയ്യാൻ പറ്റിയ, ലാറ ശരിക്കും ഒരു ജീനിയസ് തന്നെയായിരുന്നു. എന്താ പറയുക, ലാറ ഒരു ഇൻസ്റ്റിങ്ക്റ്റീവ് ജീനിയസ് ആയിരുന്നു. സച്ചിൻ ഒരു ഇന്നിങ്സ് ഒക്കെ വളരെ പ്ലാൻ ചെയ്തിട്ട് എത്രയോ മുന്നോട്ട് കണ്ടിട്ടൊക്കെയാണ് പോയി കളിക്കുക. ഓസ്ട്രേലിയയിൽ 2003 ഞങ്ങൾ ടൂർ ചെയ്തപ്പോൾ വളരെ ഔട്ട് ഓഫ് ഫോം ആയിരുന്നു. കുറേ ഫെയിലിയർ കഴിഞ്ഞിട്ട് സിഡ്നിയിൽ എത്തിയപ്പോൾ തീരുമാനിച്ചു ഞാൻ ഓഫ് സൈഡിൽ ഡ്രൈവ് ചെയ്യില്ല, അത് കാരണം ഞാൻ ഔട്ടായിട്ടുള്ള ഇത്രയും കുറച്ച് ഇന്നിങ്സിൽ ഇനി ഈ കളിയിൽ ഞാനത് ചെയ്യാൻ പോകുന്നില്ല. എന്നിട്ട് അങ്ങനെ ആ ഷോട്ട് കളിക്കാതെയാണ് 241 റൺ എടുക്കുന്നത്. ചില മൗനങ്ങളുണ്ടല്ലോ സച്ചിൻ്റെ, ചില മൗനങ്ങൾ വളരെ അതിശയകരമായി തോന്നുന്നുണ്ട്. കാരണം ഒരു ഉദാഹരണം, മാച്ച് ഫിക്സിങ് സമയത്ത് മുമ്പ് ഒരു മൗനി എന്നുള്ള രീതിയിൽ തന്നെയായിരുന്നു. അത് ശരിക്കും ചില കാര്യങ്ങളൊക്കെ തുറന്നു പറയാവുന്ന ഒരു പൊസിഷനിലുള്ള ആളായിരുന്നില്ലേ സച്ചിൻ? അത് നമുക്ക് പല പബ്ലിക് ഫിഗേഴ്സിനെ പറ്റി പറയാം. ഞാൻ അതിൻ്റെ ഫ്ലിപ്പ് സൈഡ് നോക്കേണ്ടത് എങ്ങനെയാ വെച്ചാൽ, എത്രയോ പബ്ലിക് ഫിഗേഴ്സ് യാതൊരു വിവരമില്ലാത്ത കാര്യങ്ങളെ പറ്റി എന്തൊക്കെയോ പറയും. ഇപ്പോൾ ഞാൻ പേരുകളൊന്നും പറയുന്നില്ല, ഒരു ബോളിവുഡ് ആക്ട്രസ് ഉണ്ട്, എല്ലാത്തിനെയും പറ്റി ഒരു അഭിപ്രായം ട്വീറ്റ് ചെയ്യണതും മറ്റേ ഇൻസ്റ്റാഗ്രാം അവിടെ വെച്ചാൽ അതൊക്കെ അങ്ങനത്തെ കുറെ ആൾക്കാരുണ്ട്. സച്ചിനോട് ഞാൻ ഇതിനെപ്പറ്റി ഒരു പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൂ, അതും ഇന്റർവ്യൂവിന്റെ ഭാഗമായിട്ടല്ല, അല്ലാതെ. അപ്പൊ പറഞ്ഞ ഉത്തരം എന്താ വെച്ചാൽ, എനിക്ക് അധികമായിട്ട് വിവരമില്ലാത്ത കാര്യങ്ങളെ പറ്റി എനിക്ക് സംസാരിക്കാതിരിക്കാൻ തന്നെയാണ് എൻ്റെ താല്പര്യം.